അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുടുംബജീവിതത്തിൽ പരാതികൾ തോരാതെ പറയുന്ന പലരെയും കാണാം. ഭർത്താവിനെക്കുറിച്ച് നിരന്തരമായി പരാതി പറയുന്നവരെ കാണാം. അത് വീട്ടിലുള്ളവരോടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന കച്ചവടക്കാരോട് പറയുന്നവരുണ്ട്, കാണുന്ന കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നവരുണ്ട്, നിരന്തരം മതിലിൻ്റെ ഓരത്തോ വേലിക്കെട്ടിൻ്റെ ചാരത്തോ വന്ന് നിന്ന് അയൽവാസികളോട് പങ്കുവെക്കുന്നവരുണ്ട്. ഇങ്ങനെ ഭർത്താവിനെക്കുറിച്ച് നിരന്തരം പരാതി പറയുന്ന ഭാര്യമാർ, ഭാര്യയെക്കുറിച്ച് നിരന്തരം ജോലിസ്ഥലത്ത് കൂട്ടുകാരോട്, ബന്ധപ്പെടുന്നവരോട്, താൽക്കാലികമായി സംസാരിക്കുന്നവരോട് പോലും അറിയാതെ പങ്കുവെക്കുന്ന സ്വഭാവക്കാരായ ഭർത്താക്കന്മാരുമുണ്ട്. ചുരുക്കത്തിൽ നിരന്തര പരാതികൾ ഇങ്ങനെ പറയുന്ന ആളുകൾ. എന്താണിവിടെ പരിഹാരം? ഇത്തരം പരാതിക്കാരുടെ ഈ സ്വഭാവം നല്ല ലക്ഷണമാണോ? യഥാർത്ഥത്തിൽ ഇത്തരം അധികരിച്ച പരാതികൾ വലിയ അപകടമുണ്ടാക്കുന്നത്. സ്വന്തം ഭാര്യയെക്കുറിച്ച് ജോലിക്കാരോട്, കൂട്ടുകാരോട്, ബന്ധപ്പെട്ടവരോട്, അർഹതപ്പെട്ടവരോടും അല്ലാത്തവരോടും നിരന്തരമായി പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് നാം മനസ്സിലാക്കണം, ഏറ്റവും വലിയ പ്രശ്നക്കാരൻ ചിലപ്പോൾ നാം തന്നെയായിരിക്കും. ഒന്നാമത്തെ പ്രശ്നക്കാരൻ നാം തന്നെയായിരിക്കും. നിങ്ങളുടെ സംസാരം കൊണ്ട് കേൾക്കുന്ന ബുദ്ധിയുള്ളവരൊക്കെ വിലയിരുത്തും, നിങ്ങൾ തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നക്കാരൻ. എന്തേ കാരണം? നിരന്തരമായ പരാതി എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പരാതി കുറക്കുക, ഭാര്യയിൽ നല്ലത് കണ്ടെത്തുക, ഭാര്യയിൽ നല്ലത് വായിക്കാനാവുക, ഭാര്യയിൽ സന്തോഷം കണ്ടെത്താനാവുക, ഏറ്റവും നല്ല ഭംഗിയുള്ളവൾ എൻ്റെ ഭാര്യയാണെന്ന് വിശ്വസിക്കുക, ഏറ്റവും നല്ല സ്വഭാവമുള്ളവൾ എൻ്റെ ഭാര്യയാണെന്ന് വിശ്വസിക്കുക, അവളിലെ കുറവുകൾ അത് ഞാൻ സഹിക്കേണ്ടവനാണെന്നും സഹിക്കാൻ എനിക്ക് കഴിയുമെന്നും ഉറപ്പിക്കുക. ഇതാണ് ബുദ്ധിയുള്ള പക്വമതിയായ ഭർത്താവ് സ്വീകരിക്കേണ്ടത്. ഇതേ രൂപത്തിൽ തന്നെയാണ് ഭാര്യമാരും. ഏറ്റവും ഭംഗിയുള്ളത് എൻ്റെ ഭർത്താവാണ്, ഏറ്റവും നല്ല സ്വഭാവശീലം എൻ്റെ ഭർത്താവിന്, എൻ്റെ ഭർത്താവിന് ചില ന്യൂനതകൾ ഉണ്ടാകാം, അത് സഹിക്കാനും പൊറുക്കാനും ഉൾക്കൊള്ളാനും എനിക്ക് കഴിയുന്നവളാണ് എന്ന് സ്വമേധയാ എന്ന് വിശ്വസിക്കുന്നുവോ, എന്ന് മനസ്സിനെ പഠിപ്പിക്കുന്നുവോ, എന്ന് ജീവിതത്തിൽ ശീലമാക്കുന്നുവോ, അന്നാണ് പരസ്പര ധാരണയുള്ള, സ്നേഹമുള്ള, മധുരിതമായ ദാമ്പത്യം ഉണ്ടായിത്തീരുക. നോക്കൂ, നിങ്ങൾ ഭർത്താവിനെക്കുറിച്ച് നിരന്തരം പരാതി പറയുന്ന ഭാര്യയുടെ ദുരന്തം മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം. നരകത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയിൽ നബിതങ്ങൾ കണ്ടത് സ്ത്രീകളെയാണ്. എന്താണ് അവർക്കുള്ള കുഴപ്പമെന്താണ്? നരകത്തിൽ ഇത്രയുമധികം സ്ത്രീകൾ വർദ്ധിക്കാനുള്ള കാരണമെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ നബിതങ്ങൾ പ്രതികരിച്ച മറുപടിയിൽ കാണാം, ലി അന്ന കുന്ന തുക്സിർന ശഖ. അവർ എപ്പോഴും പരാതി വർദ്ധിപ്പിക്കുന്നവരാണ്. എപ്പോഴും പരാതിയാണ്, ഭർത്താവിനോട് നേരിട്ട് തന്നെ പരാതിയാണ്. അതേ രൂപത്തിൽ നേരത്തെ പറഞ്ഞ ആ വിഭാഗത്തിനോടൊക്കെ പരാതിയാണ്. ഇങ്ങനെ പരാതി വർദ്ധിപ്പിക്കുന്നവർ, ആ പരാതി അവരെ എത്തിക്കുന്നത് നരകത്തിലേക്കാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പോരാ, നബി തങ്ങൾ തുടരുന്നു, വതക്ഫുർനൽ അശീർ. ഭർത്താവ് ചെയ്തു തന്ന ഗുണങ്ങളെ നിഷേധിക്കുന്നവർ. ഭർത്താവ് ചെയ്തു തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു കല്യാണത്തിന്, ഒരു വിവാഹച്ചടങ്ങിന് പോകുന്ന സമയത്ത് മാത്രം സാമ്പത്തിക മാന്ദ്യതയുള്ളതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന പുതുവസ്ത്രം എടുത്തു കൊടുത്തില്ല. എത്രയോ ചടങ്ങുകൾക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്. ആശിച്ച ഒന്നിനെടുത്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ ചെയ്തു കൊടുത്തതിന് മുഴുവനും നിഷേധിക്കുന്ന സംസാരം, മുഴുവനും നിഷേധിക്കുന്ന സംസ്കാരം, നിഅ്മത്തുകളെ നിഷേധിക്കുന്ന സ്വഭാവം നരകത്തിലെത്തിക്കുമെന്ന് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ദഖീഖിൽ ഈദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിശദീകരിച്ച് പഠിപ്പിക്കുന്നത് കാണാം. അനുഗ്രഹങ്ങളെ നിഷേധിക്കൽ നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്
നാം നല്ലത് കാണാൻ ശ്രമിക്കുക. അള്ളാഹു തുണക്കട്ടെ. ഇവിടെ പ്രശ്നങ്ങളുള്ളവരുണ്ട്, പ്രതിസന്ധികളുള്ളവരുണ്ട്, പരസ്പരം പരാതികളുള്ളവരുണ്ട്. ഈ പരാതി ആരോടും പറയാൻ പാടില്ലെന്നുണ്ടോ? എന്താണതിൻ്റെ വസ്തുത? അടുത്ത എപ്പിസോഡിൽ നമുക്ക് പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.